നടന്മാരിൽ ഒരാളായാണ് നിൽപ്പെങ്കിലും അവതരണത്തിലെ ഗാംഭീര്യം കൊണ്ട് നായകനായി മാറുന്ന ഒരു പിടി സുരേഷ് ഗോപി സിനിമകളുണ്ട്. ധ്രുവവും സമ്മർ ഇൻ ബെത്ലഹേമും മുതൽ തെങ്കാശിപ്പട്ടണം വരെ. വന്നു നിന്നാൽ തന്നെ ഒരരങ്ങാണ് എന്ന് പറയിപ്പിക്കുന്ന ഒരു രൂപം തന്നെയാണ് സുരേഷ് ഗോപിയെ മിനിമം ഗ്യാരണ്ടിയുള്ള നായകനാക്കിയത്. ആ രൂപത്തിനും ഭാവത്തിനും നേരെ മറുവശമാണ് ജോർജ് കുര്യൻ. ആൾക്കൂട്ടത്തിൽ ഒരാളായി അല്ലാതെ ഇതുവരെ നിന്നിട്ടില്ല. എന്നാൽ കിട്ടിയ അപൂർവം സീനുകളിലൊക്കെ തിലകനെയും മുരളിയെയും ഓർമ്മിപ്പിച്ച് പ്രതിഭ തെളിയിച്ചിട്ടുമുണ്ട്. രണ്ടു സഹമന്ത്രിമാരെ കൊണ്ട് കേരളത്തിൽ BJP ലക്ഷ്യമിടുന്നത് എന്ത്? നോക്കാം സ്പോട്ട്ലൈറ്റ്. ഒ രാജഗോപാൽ, PC തോമസ്, അൽഫോൺസ് കണ്ണന്താനം, V മുരളീധരൻ, രാജീവ് ചന്ദ്രശേഖർ. കേരളത്തിൽ നിന്ന് കേന്ദ്രമന്ത്രിമാരായ BJP നേതാക്കളുടെ ഈ പട്ടികയിലേക്കാണ് സുരേഷ് ഗോപിയും ജോർജ് കുര്യനും കടന്നു നിൽക്കുന്നത്. വലിയ രാഷ്ട്രീയ ശക്തിയായി മാറാതിരുന്ന 1992 തന്നെ BJP തുടങ്ങിയതാണ് ഈ കേരള പരീക്ഷണം. ഒ രാജഗോപാലിനെ മധ്യപ്രദേശിൽ കൊണ്ടുപോയി രാജ്യസഭയിലേക്ക് അയക്കുന്ന കാലത്ത് BJPക്ക് ലോക്സഭയിൽ 120 അംഗങ്ങൾ മാത്രമാണുള്ളത്. 98-ൽ അത് ആവർത്തിക്കുമ്പോഴും കേരളത്തിൽ ഒരു പഞ്ചായത്ത് ഭരണം പോലും പിടിക്കാനുള്ള ശക്തി BJPക്ക് ഉണ്ടായിരുന്നില്ല. അന്നും കേരളം ഒരു ഹോട്ട്സ്പോട്ടായിരുന്നു BJPക്ക്. അതുകൊണ്ടാണ് 1999-ലെ വാജ്പേയി മന്ത്രിസഭയിലേക്ക് ആദ്യം ഒ രാജഗോപാലും പിന്നീട് PC തോമസും സഹമന്ത്രിമാരായി എത്തുന്നത്. ഇപ്പോൾ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും വന്ന അതേ ഫോർമുല. ഒ രാജഗോപാലാണ് കേരളത്തിൽ ഏറ്റവും ചലനമുണ്ടാക്കിയ കേന്ദ്ര സഹമന്ത്രി. റെയിൽവേ സഹമന്ത്രി എന്ന നിലയിൽ എല്ലാ ആഴ്ചയും ഡൽഹിയിൽ നിന്നും വന്ന് ഓരോ സ്റ്റേഷനിലും ഓരോ പദ്ധതി പ്രഖ്യാപിക്കുന്ന നിലയിലേക്ക് വരെ എത്തി. കേന്ദ്രമന്ത്രി എന്ന നിലയിൽ നടത്തിയ ആ ഇടപെടലുകളാണ് തിരുവനന്തപുരത്ത് ജയിക്കും എന്ന പ്രതീതി ഉണ്ടാക്കിയത്. നെയ്യാറ്റിൻകര, അരുവിക്കര ഉപതിരഞ്ഞെടുപ്പുകളിലൊക്കെ മത്സരിക്കുകയും BJPയുടെ വോട്ട് വിഹിതം പല മടങ്ങ് വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഒടുവിൽ നേമത്ത് നിന്ന് ആദ്യ BJP MLA ആയി. ശരിക്കും 1992-ൽ ഒ രാജഗോപാലിനെ രാജ്യസഭയിലെത്തിച്ച് BJP നടത്തിയ നിക്ഷേപത്തിന്റെ ഫലമാണ് ഇന്നത്തെ സുരേഷ് ഗോപിയുടെ ജയം. ജോർജ് കുര്യന്റെ സ്ഥാനലബ്ധിയും 3 പതിറ്റാണ്ട് മുൻപ് തുടങ്ങിയ ആ ശ്രമത്തിന്റെ കനിയാണ്. കുമ്മനം രാജശേഖരനും PS ശ്രീധരൻപിള്ളയും ഗവർണർമാരായി പോയത് BJPയുടെ കേരള ദൗത്യത്തിന്റെ തുടർച്ചയായിരുന്നു. മിസോറാം ഗവർണർ സ്ഥാനത്ത് നിന്ന് മടങ്ങിയെത്തി കുമ്മനം രാജശേഖരൻ നടത്തിയ തിരഞ്ഞെടുപ്പ് പോരാട്ടം തന്നെ തീപ്പൊരിയായി. ആ പഴയ പോരാളികൾ ആരുമില്ലാതെയാണ് ഇത്തവണ BJP മത്സരത്തിനിറങ്ങിയത്. ഒ രാജഗോപാൽ, കുമ്മനം രാജശേഖരൻ, PS ശ്രീധരൻപിള്ള, CK പത്മനാഭൻ, PK കൃഷ്ണദാസ്, AN രാധാകൃഷ്ണൻ തുടങ്ങിയവരൊക്കെ മാറി നിന്ന തിരഞ്ഞെടുപ്പ്. അതിൽ BJPക്ക് എത്രമാത്രം രാഷ്ട്രീയ വിജയമുണ്ടായി? സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രന് കെട്ടിവെച്ച കാശുപോയ തിരഞ്ഞെടുപ്പാണിത്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ മത്സരിച്ച എല്ലായിടത്തും വോട്ടുയർത്തിയിട്ടുള്ള സുരേന്ദ്രന് വയനാട്ടിൽ 6-1 വോട്ട് നേടുന്നതിലേക്ക് പോലും എത്താൻ കഴിഞ്ഞില്ല. വയനാട്ടിൽ മാത്രമല്ല, കണ്ണൂര്, വടകര, മലപ്പുറം, പൊന്നാനി, ഇടുക്കി, എറണാകുളം, ചാലക്കുടി, മാവേലിക്കര മണ്ഡലങ്ങളിൽ NDAക്ക് കെട്ടിവെച്ച കാശുപോയി. 20-ൽ 9 മണ്ഡലങ്ങളിലും കാശു കിട്ടാത്ത സാഹചര്യം. BJPക്ക് മുന്നിൽ ബാലികേറാ മലകൾ അപ്പാടെ മാറിയിട്ടില്ല എന്നാണ് ഇതിനർത്ഥം. CSDS ലോക് നീതി തിരഞ്ഞെടുപ്പിന് പിന്നാലെ പുറത്തുവിട്ട സർവേയിലെ ചില വിവരങ്ങളുണ്ട്. സർവേയിൽ പങ്കെടുത്ത കേരളത്തിലെ ഓരോ 10 പേരിലും 7 പേർ NDA വീണ്ടും കേന്ദ്രത്തിൽ അധികാരത്തിൽ വരരുത് എന്ന് അഭിപ്രായപ്പെട്ടവരാണ്. ആ സർവേയാണ് സാമുദായിക വോട്ടിംഗ് പാറ്റേൺ പറയുന്നത്. നായർ വിഭാഗത്തിലെ 45% വോട്ടും NDAക്കാണ്. അതിനൊപ്പം ഈഴവ സമുദായത്തിലെ 32% വോട്ട് കൂടി ഇത്തവണ BJPക്ക് ലഭിച്ചു. LDFന്റെ സാധ്യതകളെ ഇല്ലാതാക്കിയത് അതാണ്. ഏറെ ആകാംക്ഷയോടെ നോക്കിയിരുന്ന ഒരു കണക്ക് ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെതാണ്. 5% മാത്രം NDAക്ക് വോട്ട് ചെയ്തത് അവരാണ്. വയനാട്ടിലും ഇടുക്കിയിലും കണ്ണൂരുമൊക്കെ കെട്ടിവെച്ച കാശ് കിട്ടാതെയുള്ള സാധ്യതയിലേക്ക് BJP വളരാനുള്ള തടസ്സവും
ക്രിസ്ത്യൻ വോട്ടുകളിൽ 20% പോലും കിട്ടിയില്ല എന്ന ആ യാഥാർത്ഥ്യമാണ്. ഒ രാജഗോപാലും വി മുരളീധരനും കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ എന്ന നിലയിലാണ് കേന്ദ്ര മന്ത്രിസഭയിലെത്തിയത്. രാജീവ് ചന്ദ്രശേഖർ കർണാടകത്തിന്റെ കോട്ടയിലാണെങ്കിലും കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയെ പോലെ തന്നെയാണ് പ്രവർത്തിച്ചത്. എന്നാൽ ഇവർക്കാർക്കും പ്രവർത്തന മികവ് കൊണ്ട് തിരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള സാഹചര്യം കേരളത്തിലുണ്ടാക്കാൻ കഴിഞ്ഞില്ല. കേന്ദ്രമന്ത്രിയാക്കിയ നേതാക്കളിൽ പെട്ടെന്നൊരു തിരഞ്ഞെടുപ്പ് ജയിച്ചത് PC തോമസ് മാത്രമാണ്. മൂവാറ്റുപുഴയിൽ നിന്നും നിസാര വോട്ടിനുള്ള ആ ജയം പിന്നീട് സുപ്രീം കോടതി അസാധുവാക്കുകയും ചെയ്തു. ഈ ചരിത്രം മുന്നിൽ നിൽക്കുമ്പോഴാണ് സുരേഷ് ഗോപിയുടെയും ജോർജ് കുര്യന്റെയും ഇരട്ട പ്രവേശനം. അത് കേരളത്തിലെ രാഷ്ട്രീയ സന്തുലിതാവസ്ഥയിൽ ചലനമുണ്ടാക്കുമോ എന്ന വലിയ ചോദ്യമാണ് ഉയരുന്നത്. ഇവിടെ വളരെ പ്രസക്തമായ മറ്റൊരു യാഥാർത്ഥ്യവുമുണ്ട്. കേരളത്തിൽ നിന്ന് ഒരു ക്രിസ്ത്യൻ മന്ത്രി എന്ന് തീരുമാനിച്ചപ്പോൾ അത് ഇപ്പോൾ കോൺഗ്രസിൽ നിന്നും വന്ന അനിൽ ആന്റണിക്ക് അനുകൂലമായില്ല. നേരത്തെ വന്ന ടോം വടക്കനെയും പരിഗണിച്ചില്ല. കോളേജ് കാലം മുതൽ ABVP ആയി യുവമോർച്ചയായി നിന്ന് BJP ആയി തുടർന്ന ജോർജ് കുര്യനിലേക്കാണ് ആ തീരുമാനമെത്തിയത്. PC തോമസിനും അൽഫോൺസ് കണ്ണന്താനത്തിനും സാധിക്കാത്തത് ജോർജ് കുര്യനിലൂടെ കഴിയുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം. ജയിച്ച സുരേഷ് ഗോപിയുടെ അതൃപ്തിയും പല വഴിക്ക് പുറത്തു വന്നു. സുരേഷ് ഗോപി ഒഴികെയുള്ള മുഴുവൻ നിയുക്ത മന്ത്രിമാരും ശനിയാഴ്ച തന്നെ ഡൽഹിയിലെത്തി. സുരേഷ് ഗോപിയുടെ യാത്ര ഞായറാഴ്ച 11 വരെ അനിശ്ചിതമായി തുടർന്നു. സഹമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷവും അതൃപ്തിയുള്ള വാർത്തകളാണ് പുറത്തു വന്നത്. മികവ് പ്രകടിപ്പിക്കാനാവാത്ത റോൾ വേണ്ട എന്ന് പറയുന്നതും ചില നായകരുടെ മികവാണ്. സുരേഷ് ഗോപി സിനിമയിലും രാഷ്ട്രീയത്തിലും ഇവിടെ വരെ എത്തിയതും അത്തരം തിരഞ്ഞെടുപ്പുകളിലൂടെയാണ്. തൃശൂരിലെ ജയം സുരേഷ് ഗോപി എന്ന നടനുള്ള അംഗീകാരമാണോ, BJP എന്ന പാർട്ടിക്കുള്ള പിന്തുണയാണോ എന്ന് തെളിയിക്കേണ്ട ബാധ്യത ഇനി BJP സംസ്ഥാന ഘടകത്തിനു തന്നെയാണ്. സഹനടന്മാരെ കൊണ്ട് പടം വിജയിക്കില്ല. പക്ഷേ സഹനടനായി വിളിച്ചയാൾ നായകനായി മാറി വിജയിപ്പിച്ച നിരവധി സിനിമകൾ ചരിത്രത്തിലെമ്പാടുമുണ്ട്. കാത്തിരുന്നു കാണാം BJPയുടെ പുതിയ കേരള സ്റ്റോറി. സ്പോട്ട്ലൈറ്റ് ഇനി അടുത്ത ദിവസം.